അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അതെ, ഓ നമ്മൾ രണ്ടുപേരും ഹലോ ഗൈസ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മളിന്ന് എന്തിനാ വന്നേക്കണോ വാവച്ചി? ഇന്ന് വാവച്ചീനെ നമ്മൾ സ്കൂളിൽ ചേർക്കാൻ പോവാണ്. ഹാപ്പിയാണോ വാവച്ചി? ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എൻ്റെ മനസ്സിലിപ്പോൾ ഹാപ്പിയാണ് വെച്ച സന്തോഷമൊക്കെ ഉണ്ട്. വാവച്ചീനെ പുതിയൊരു സ്കൂളിലൊക്കെ ചേർക്കാൻ പോകുന്നൊരു സന്തോഷം. അതേപോലെ ഭയങ്കര ടെൻഷൻ എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അതായത് ലൈഫിൽ പുതിയൊരു മാറ്റങ്ങളൊക്കെ വരുമല്ലേ, അപ്പം അതിൻ്റെ ടെൻഷനും ഭയങ്കര എക്സൈറ്റ്മെന്റും അങ്ങനെയാണ്. എന്താണ്? ഓ, അതായത് വാവച്ചി നേരത്തെ എണീറ്റ് ഒന്ന് സ്കൂളിൽ പോകാൻ വേണ്ടിട്ടല്ലേ? പിന്നെ അങ്ങനെ പാട്ട് കേട്ടപ്പോ എണീറ്റതാണല്ലേ. ഓക്കെ, അപ്പം വാവച്ചി നിന്ന് സ്കൂളിൽ ചേർക്കാൻ പോവാണ്. ഓക്കെ, വാവച്ചിയുടെ മനസ്സിൽ എന്താ വാവച്ചി? എന്തോന്ന് വാവച്ചിയുടെ മനസ്സിൽ എന്താണ്? വാവച്ചി പുതിയൊരു സ്കൂളിൽ ചേരാൻ പോവാണ്, പുതിയ ടീച്ചേഴ്സിനെ കാണാൻ പോവാണ്, പുതിയ ഫ്രണ്ട്സിനെ കാണാൻ പോവാണ്. അപ്പൊ വാവച്ചിക്ക് എന്താ മനസ്സിൽ തോന്നുന്നേ വാവച്ചി? സ്കൂളിൽ പോകാണ്ടിരിക്കണോ തോന്നുന്നേ? സ്കൂളിൽ പോകുന്ന ഇഷ്ടല്ല? അത് കൊള്ളാം. ഓ മൈ ഗോഡ്, ഞാൻ ഇങ്ങനത്തെ ഉത്തരം പ്രതീക്ഷിച്ചില്ല വാവച്ചിയുടേന്ന്. ഓക്കെ, പക്ഷെ വാവച്ചിക്ക് സ്കൂളിൽ പോയേ പറ്റൂ. വാവച്ചിക്ക് ഇപ്പോൾ വാവച്ചി അംഗൻവാടിയിലായി പോകുന്നത്. അംഗൻവാടിയിൽ നിന്ന് പിന്നെ നമുക്ക് സ്കൂളൊക്കെ ചേരേണ്ട സമയമാകുമ്പോൾ നമ്മൾ സ്കൂളിൽ പോകണം. അപ്പോൾ സ്കൂളിൽ പോയാലേ പറ്റൂ. അവിടെ പോകുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റില്ലോ, പുതിയ ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ പുതിയ യൂണിഫോം, പിന്നെ പുതിയ ബാഗ്, പിന്നെന്താ ബുക്സ് കിട്ടും, ഷൂസ് കിട്ടും, യൂണിഫോം കിട്ടും, പുതിയ യൂണിഫോം കിട്ടും. ഇതൊക്കെ വാവച്ചിക്ക് ഇടുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ? അപ്പൊ ഹാപ്പി ആയിരിക്കും വാവച്ചി. വാവച്ചിക്ക് ചെറുതായിട്ട് മടിയുണ്ട് എന്നാണ് എൻ്റെ ഒരു സംശയം. വാവച്ചിക്ക് ഏതൊരു മടിയുണ്ടോ വാവച്ചി? ഇല്ലേ? ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം അതാണ് സംഭവം. വാവച്ചിനെ സ്കൂളിൽ ചേർക്കാൻ പോവാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർക്കുന്നത് എന്താ പറയാ, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർക്കുന്നത്, ഞാൻ പണ്ട് ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? നീ പെട്ടുപോയ സ്കൂളിൽ പോകുന്ന നേരത്തെ. ഇതൊക്കെ എവിടുന്ന് കിട്ടിയിടേ ഈ ഡയലോഗ്സ് ഒക്കെ? ഓക്കെ, അപ്പൊ ഞാനുണ്ടല്ലോ പണ്ട് സ്കൂളിൽ ചേരാൻ പോകും. അമ്മ സ്കൂളിൽ ചേർന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടെ ഒരു വിൻഡോ ഉണ്ടായിരുന്നേ. അപ്പം വിൻഡോൻ്റെ അവിടെ മമ്മയും മമ്മയുടെ ഫ്രണ്ടും ഇങ്ങനെ വിൻഡോയിൽ ഇങ്ങനെ കമ്പിയോടെ പിടിച്ചു നിന്ന് അമ്മമ്മനെ നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് നീ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ? ആഹാ, ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. ഞെട്ടിപ്പോയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് റെഡി ആകാം പോവാനായിട്ട്. സ്കൂളിൽ കട്ടിലുണ്ട്, കട്ടിന്റെ അടിയിൽ വാവച്ചി ഒളിച്ചിരുന്നു അല്ലേ? ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ വാവച്ചി. ഓക്കെ, വാവച്ചി സ്കൂളിൽ പോകുമ്പോ വാവച്ചിനോട് ചിലപ്പം വാവച്ചിയുടെ ടീച്ചറോ ആരെങ്കിലും ചോദിക്കും വാവച്ചിയുടെ പേരെന്താ ചോദിക്കുമ്പോ വാവച്ചി എന്ത് പറയും? അടിച്ചേ കണ്ടു. ജസ്റ്റ് വാവച്ചിയുടെ പേരെന്താ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി റെഡി ആയിട്ട് കാണാം അല്ലേ? റെഡി ആയിട്ട് കാണാം. വാവച്ചി കഥ പറഞ്ഞ തീരത്തില്ല, പറഞ്ഞോളൂ.
പോയി. എന്നിട്ട് മമ്മ കുഞ്ഞിലായിരുന്നില്ലേ, ഓക്കേ. കുഞ്ഞിതായപ്പോ മമ്മ എന്നെ തോണ്ടിക്കൊണ്ടിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് മമ്മ വടകയില് എന്റെ ഫ്രണ്ട്സിനെ എന്നെ തോണ്ടിക്കൊണ്ടിരുന്നു. ശരി, നമുക്ക് ഇനി സ്കൂളിൽ റെഡി ആയിട്ട് കാണാം. വാവച്ചിയുടെ കഥ എവിടെ ഒന്നും നിക്കത്തില്ല. ഓക്കെ, റെഡി ആയിട്ട് കാണാം. ഓക്കെ, വാവച്ചി റെഡിയാണോ പോവാൻ? പോവാം. സ്കൂളിൽ പോവാം. ഇറങ്ങിക്കോ. വാവച്ചി ഇപ്പോഴേ ബാക്കി തൂക്കിക്കൊണ്ടാ പോകുന്നത് സ്കൂളിൽ അല്ലേ? ബൈ. ഞാനും വാവച്ചി റെഡി ആയിട്ടോ പോകാനായിട്ട്. ഈ ദിവസം ഇന്ന് ഓർത്തിരിക്കണം നമ്മൾ, വാവച്ചിനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ദിവസം, ഫസ്റ്റ് ഡേ അല്ലേ വാവച്ചി? അല്ലേടാ? ഈ കൊട പിടിക്ക്, വെയിലടിക്കുന്നു. വാവച്ചി നമ്മൾ എത്തിയില്ലേ? പോവാം മുകളിലോട്ട്. ബസ് സ്റ്റെപ്പ് വരാം. കമോൺ. വാവച്ചി ആദ്യമായിട്ട് സ്കൂളിൽ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നു. കയറ്. യാ. ആച്ചി എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാ? അവിടെ കണ്ടോ പാർക്ക്? കണ്ടോ സ്ലൈഡ് ഉണ്ട്? കണ്ടോ? ഇപ്പോൾ പോകാൻ പറ്റില്ല, നമുക്ക് പോവാം, വീട്ടിൽ പോവാം. ഇനി സ്കൂൾ ഓർക്കുമ്പോൾ വരാം. അവിടെ കേട്ടില്ല, അങ്ങനെ അവിടെ ആരും ഇപ്പോൾ പിള്ളേരെ പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അഡ്മിഷനൊക്കെ എടുത്തു. സ്കൂളിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് വാവച്ചിനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ കാണുന്ന പാർക്കിൽ വാവച്ചിക്ക് കയറണം. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂൾ എടുക്കുമ്പം ടീച്ചേഴ്സ് അവിടെ വാവച്ചിനെ കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ വാവച്ചിൻ്റെ അഡ്മിഷനൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ എല്ലാ സ്ഥലവും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ പഴയ കുട്ടിക്കാലവും സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിട്ടോ. അതൊരു നൊസ്റ്റാൾജിയ. സ്കൂൾ തുറക്കാറാകുമ്പോഴത്തേക്കും എവിടുന്നോ ഇല്ലാത്ത മഴയൊക്കെ എങ്ങനെയോ വരുമല്ലോ, അതേപോലെ ആയിരുന്നു കേട്ടോ ഇന്ന് വാവച്ചിനെ സ്കൂളിലോട്ട് നമ്മൾ കൊണ്ടുപോയപ്പം കറക്റ്റ് മഴ പെയ്തു കേട്ടോ. ഇന്നലെ വരെ ഇവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അതായത് നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ വെയിൽ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഒരു ഗുണമുണ്ട്, നമുക്ക് പുറത്തിറങ്ങുമ്പോൾ വെയിൽ കൊള്ളണ്ട, പക്ഷേ മഴ കൊള്ളാം. അങ്ങനെ നമ്മൾ വാവച്ചിനെ സ്കൂളിൽ ചേർത്തിട്ട് വന്നു. വാവച്ചി ഉണ്ടായ ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചു തരട്ടെ? കാണണോ? കാണിച്ചു തരാം. ഇതാണ് വാവച്ചി ഉണ്ടായ ഹോസ്പിറ്റല്. കണ്ട എങ്ങനെയുണ്ട്? കൊള്ളാവോ? നിനക്ക് അറിയായിരുന്നോ? ഇതാണ് വാവച്ചി ഉണ്ടായ ഹോസ്പിറ്റല്. ഓക്കെ, വീട്ടിലിരിക്കുന്ന ഫോട്ടോ ഉണ്ടോ? ഓഹോ. ഇനി നമുക്കൊരു ചായ കുടിക്കാം. വാവച്ചിക്ക് പപ്സ് വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ പതുക്കെ ഓർത്തു എന്നൊരു ചായ ആകാം, വാവച്ചിക്കൊരു പപ്സും കഴിക്കാം. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് പോയി. ചായ വരുന്നവരെ ഇനി കുറച്ച് വാവച്ചിയുടെ ആക്ഷൻസ് നമുക്ക് കാണാം കേട്ടോ. അപ്പം വാവച്ചിനോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും സംസാരിക്കൂ വാവച്ചിന്ന്. അപ്പം വാവച്ചി പറഞ്ഞു ഒന്നും സംസാരിക്കാനില്ല മമ്മ, എനിക്ക് ആക്ഷൻസ് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാവച്ചിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് വാവച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നില്ലേ. അപ്പം അന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചി വാവച്ചിക്കൊരു ഗിഫ്റ്റായിട്ട് വന്നേക്കുമായിരുന്നേ. വാവച്ചിക്ക് ഇനി വേറെ ഒന്നും വേണ്ട, വാവച്ചിയുടെ പപ്സും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ വാവച്ചി ഭയങ്കര ഹാപ്പിയായി അന്നത്തെ ദിവസം കേട്ടോ.